ദേശീയപാത നെല്ലായിയിൽ സർവീസ് റോഡിലെ വെള്ളക്കെട്ട് പ്രദേശവാസികളുടെ ജീവിതം ദുരിതമാക്കി. ചെറുമഴയിൽ പോലും സർവീസ് റോഡ് പുഴയ്ക്കു സമാനമായി മാറുമെന്ന് നാട്ടുകാർ. കനത്ത മഴയിൽ ദേശീയപാത നെല്ലായിയിൽ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ. സർവീസ് റോഡിലെ കാനകൾ അടഞ്ഞ ഇടങ്ങളിൽ വെള്ളം കടത്തിവിടാൻ സൗകര്യമൊരുക്കാത്തതാണ് പ്രതിസന്ധിയാവുന്നത്. റോഡരികിലെ ഓവുചാലുകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ റോഡിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. മഴ പെയ്യുന്ന സമയങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾക്കും ചെറുവാഹനങ്ങൾക്കും ഇതിലൂടെ കടന്നു പോകാനാകുന്നില്ല. സർവീസ് റോഡിനോട് ചേർന്ന് അശാസ്ത്രീയമായാണ് ഡ്രൈനേജും കൾവർട്ടും നിർമ്മിച്ചതെന്ന് പരാതിയുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്ത് വെള്ളം തെറിക്കുന്നതും പതിവാണ്. റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ബന്ധപ്പെട്ടവർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ വെള്ളക്കെട്ട് കുറെ കാലമായിട്ടുള്ളതാണ്. ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ മണ്ണ് മുഴുവൻ മെഴുകി റോഡിന്റെ പൊക്കത്തേക്ക് ഇടും. അടുത്ത മഴ പെയ്യുമ്പോൾ അത് വീണ്ടും അതിലേക്ക് തന്നെ വരും. അത് കാരണം കൊണ്ട് കുറെ കാലമായിട്ടുള്ള ഇടപാടത്. ഇവിടെ ഇവരോട് കുറെ തവണ കംപ്ലൈന്റ് ചെയ്തിട്ടും ഇതുവരെ ഇതിനൊരു ആക്ഷനും ഉണ്ടായിട്ടില്ല. അവർ 800 ആൾക്കാരാണെന്ന് ഇവിടെ വീഴണേ. ബസ് ഇറങ്ങിയിട്ടായാലും ഈ കാനയിലേക്ക് വീണ ആൾക്കാരുകൾ. കാനയുടെ സൈഡിൽ വെള്ളം കെട്ടിയിട്ട് കാന മുഴുവൻ ബ്ലോക്കാ. മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ പുഴ പോലെയാ പിന്നെ വെള്ളം. പിന്നെ അതിന്റെ സൈഡ് മുഴുവൻ അടഞ്ഞെടുക്കുക. അടഞ്ഞെടുക്കുന്നതിന്റെ പേരിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം പോലെയാണ് ഇവിടെ. യാത്രക്കാർക്കല്ല, വണ്ടിക്കാർ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അപ്പുറത്തെ സൈഡിലുള്ള വണ്ടിക്കാർക്ക് പോകാൻ പറ്റില്ല. അത്രയും വെള്ളം നടിക്കും ഇവിടെ. അവര് പറഞ്ഞത് മണ്ണ് തള്ളി വരുന്നുണ്ട്, തള്ളി കളയും എന്നെങ്കിലും പറഞ്ഞു. അതൊന്നും ഉണ്ടായിട്ടില്ല. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികളാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. സർവീസ് റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നും പരാതിയുണ്ട്. വെള്ളക്കെട്ട് ദുരിതത്തിൽ സഹികെട്ട പ്രദേശവാസികൾ പ്രക്ഷോഭം ആരംഭിക്കാൻ ഒരുങ്ങുകയാണെന്ന് വാർഡ് മെമ്പർ KS ജോൺസൺ പറഞ്ഞു. നെല്ലായി ആനന്ദപുരം റോഡ് മുതൽ പള്ളി വരെയുള്ള സർവീസ് റോഡിൽ വെള്ളക്കെട്ട് ഒരു മഴ പെയ്താൽ പിന്നെ പുഴ പോലെയാണ് ഈ ഭാഗം. അപ്പോൾ പല പ്രാവശ്യം ദേശീയപാത അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ പറഞ്ഞിട്ടും ഇതുവരെ പരിഹരിച്ചിട്ടില്ല. അവസാനം പഞ്ചായത്ത് ഭരണസമിതി റെസൊല്യൂഷൻ എടുത്ത് കഴിഞ്ഞ മാസം ഹൈവേ അതോറിറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അവിടെ നേരിട്ട് പോയി പറഞ്ഞിട്ടുണ്ട്. ഇത് പരിഹരിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നാണ് ആവശ്യം. പ്രധാന പാതയോട് ചേർന്നാണ് ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നത്. ചെറിയൊരു മഴ പെയ്താൽ ചെളിയും വെള്ളവും കൂടിക്കുടഞ്ഞ് റോഡിന്റെ പകുതിയോളം ഭാഗം ചെളിക്കെട്ടാകും. റോഡിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം അടിയന്തരമായി ഒരുക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ദേശീയപാത നെല്ലായിയിലുള്ള സർവീസ് റോഡിന്റെ പരിതാപകരമായ ഒരു അവസ്ഥയാണിത്. ഒറ്റ മഴയിൽ തന്നെ ചെളിക്കുളമായി മാറുന്ന ഒരു റോഡായി മാറിയിരിക്കുകയാണ് നെല്ലായിലെ ഈ സർവീസ് റോഡ്. ഡ്രൈനേജ് സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്തതിനാൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം കാനകളിലേക്ക് പോകാത്തതാണ് ഇതിന് കാരണമായി യാത്രക്കാരും നാട്ടുകാരും ഒക്കെ പറയുന്നത്. പലതവണ ദേശീയപാത അതോറിറ്റിയെ ഇക്കാര്യം അറിയിച്ചെങ്കിലും യാതൊരു നടപടി ഉണ്ടായില്ലെന്നാണ് വാർഡംഗം അടക്കം പറയുന്നത്. ഏതായാലും ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.